കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിൽ തങ്കു ബ്രദർ നാഗപ്പൂരിൽ ചെയ്ത മനോഹരമായ ഒരു സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് ഓരോ മനുഷ്യനെ സംബന്ധിച്ച് നാശത്തിലും രക്ഷയുടെയും ഇടയിലുള്ള ഒരു ജംഗ്ഷന്, ക്രൂശ് ഒരു ക്രോസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് പോലെ യേശു ക്രൂശിൽ മാനവജാതിയുടെ നാശത്തിന് നേരെ സ്റ്റോപ്പ് എന്ന് വാസ്തവത്തിൽ കാണിക്കുകയായിരുന്നു. ഒരു വലിയ രക്ഷയുടെ വഴി അവിടെ തുറക്കുകയായിരുന്നു. വാസ്തവത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ ലഭിക്കുന്ന ആ ദിവ്യരക്ഷ, മോക്ഷം ലോകത്തിലെ സകല മനുഷ്യരും പ്രാപിക്കണമെന്ന്. ആ ക്രൂശിൽ എന്താ സംഭവിച്ചത്, എന്താണ് അതിൻ്റെ ആ യാഥാർത്ഥ്യം, അതിൻ്റെ അർത്ഥം എന്താണ്, തങ്കു ബ്രദർ നമ്മളോട് സംസാരിക്കുന്നു. നാഗപ്പൂരിൽ നടന്ന ആ മീറ്റിങ്ങിലേക്ക് നമുക്ക് പോകാം. हम आपकी आराधना करते रहते हैं। Sing it louder. ऊंची आवाज में गाने पाए। We worship you, Lord. Fill this place with your glory. आपकी आराधना करते हैं, स्थान को Fill this place with your presence. अपनी उपस्थिति से स्थान को Let the holy angels fill this place. We want to have the good things. We want to hear the good things. But let me tell you, you cannot cross the cross and get the good things. നല്ല കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്, നല്ല കാര്യങ്ങൾ കേൾക്കുവാനും നമുക്ക് സന്തോഷമാണ്. എന്നാൽ ഞാൻ പറയട്ടെ, ആ ക്രൂശിനെ മറികടക്കാതെ ഇത് നടക്കുകയില്ല. Because cross is that point where every handwritten law was removed. Everything contrary to us was removed, nailed to the cross and removed forever. നമുക്ക് എതിരും പ്രതികൂലവുമായിരുന്ന സകല കയ്യെഴുത്തുകളെയും അത് ക്രൂശിൽ അത്രേ മായിച്ചു കളഞ്ഞത്. ആ ക്രൂശിൽ വെച്ചാണ് അത് നീക്കം ചെയ്തത്. We have forgotten the cross in our churches. നമ്മുടെ സഭകളിൽ നമ്മൾ ആ ക്രൂശിനെ മറന്നു കളയുന്നു. Cross has just become a symbol kept outside the church. കുരിശ് എന്ന് പറയുന്നത് സഭയ്ക്ക് വെളിയിൽ വെക്കുന്ന ഒരു അടയാളം മാത്രമായി മാറിയിരിക്കുന്നു. Jesus said, യേശു പറഞ്ഞു, if you want to follow me, നിങ്ങൾ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ carry the cross, നിങ്ങൾ ആ ക്രൂശ് ചുമക്കണം, deny yourself, നിങ്ങളെ തന്നെ ത്യജിക്കണം, and then follow me. എന്നിട്ട് എന്നെ അനുഗമിക്കണം. Hallelujah. 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 There is something awesome behind the mystery of the cross. ആ ക്രൂശിന്റെ മർമ്മത്തിന് പുറകിൽ വളരെ അത്ഭുതകരമായ ഒരു കാര്യമുണ്ട്. Mystery of the cross, if you understand, you will say, Jesus, I will follow you and only you. ക്രൂശിന്റെ മർമ്മം നമുക്ക് തിരിച്ചറിഞ്ഞാൽ നാം ഇങ്ങനെ പറയും, യേശുവേ, അങ്ങയെ അനുഗമിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് അങ്ങയെ വേണം. Bible says the God of this age never knew that by crucifying the glory will be revealed. ക്രൂശീകരണത്താൽ തേജസ് വെളിപ്പെടുമെന്ന് ഈ ലോകത്തിന്റെ പ്രഭു അറിഞ്ഞതേ ഇല്ല എന്ന് വേദപുസ്തകം പറയുന്നു. Jesus said like this. യേശു ഇപ്രകാരം പറഞ്ഞു, Moses lifted the serpent. മോശ പിത്തള സർപ്പത്തെ ഉയർത്തിയല്ലോ. Hallelujah. So the Son of Man will be lifted. അപ്രകാരം തന്നെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടതാകുന്നു. Those who believe in him. അവനിൽ വിശ്വസിക്കുന്ന ഏവരും, Those who believe in him അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും will not perish, അവർ നശിച്ചു പോകുകയില്ല, but will have eternal life. മറിച്ച് അവർക്ക് നിത്യജീവൻ ലഭിക്കുകയും ചെയ്യും. Hallelujah. Hallelujah. I was in a lunch, a VVIP lunch. ഞാനൊരു വിരുന്നിൽ സംബന്ധിച്ചു, വളരെ പ്രശസ്ത I was വ്യക്തിയുമായിട്ടുള്ള ഒരു sitting വിരുന്നിൽ. in that lunch. ആ വിരുന്നിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. The honor of guest, the vice president of that nation. അവിടുത്തെ പ്രധാന വ്യക്തി ആ രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. He introduced to me to the guests. ആ വിരുന്നുകാരന് എന്നെ അവർ പരിചയപ്പെടുത്തി കൊടുത്തു. And they said he is a pastor. അവർ ഇങ്ങനെ പറഞ്ഞു, ഇദ്ദേഹം ഒരു പാസ്റ്ററാണ്. And so the man who was sitting opposite to me, another VVIP. അപ്പോൾ എനിക്ക് എതിരായിട്ട് ഇരുന്ന വ്യക്തി, അദ്ദേഹം ഒരു വിശിഷ്ട വ്യക്തിയാണ്. He said like this. താൻ ഇപ്രകാരം പറഞ്ഞു, I don't like pastors. എനിക്ക് പാസ്റ്റർമാരെ ഇഷ്ടമല്ല. I said, why sir, don't you like pastor? ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാ സാറേ പാസ്റ്റർമാരെ താങ്കൾക്ക് ഇഷ്ടമില്ലാത്തത്?
He said like this, every time I meet a pastor, he says, you are a sinner, you will go to hell. താൻ ഇങ്ങനെ പറഞ്ഞു, ഓരോ തവണ ഞാൻ ഒരു പാസ്റ്ററെ കാണുമ്പോൾ നിങ്ങളൊരു പാപിയാ, നിങ്ങൾ നരകത്തിൽ പോകുമെന്ന് അവർ എന്നോട് I പറയും. said, that is the truth. ഞാൻ പറഞ്ഞു, അത് സത്യം തന്നെയല്ലേ? There is a hell and there is a heaven. ഒരു നരകവും ഒരു സ്വർഗവും ഉണ്ടല്ലോ. He said, please stop, I don't want to hear any sermon. I'm going to ഞാൻ have പറഞ്ഞു, ദയവായിട്ട് നിർത്തണമേ, ഇങ്ങനെ വർത്തമാനം കേൾക്കുവാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. Hallelujah. Hallelujah. He was very annoyed. വളരെ ഇഷ്ടക്കേട് കാണിച്ചു. I said like this to him, ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, Mr. VIP, പ്രിയ വിശിഷ്ട വ്യക്തിയെ, you know one thing, ഒരു കാര്യം അറിയാമോ? what is the guarantee that the food that you are going to eat is good or poisonous? താങ്കൾ കഴിക്കാൻ പോകുന്ന ഈ ഭക്ഷണം നല്ലതാണോ വിഷം കലർന്നാണോ എന്ന് എന്ത് ഉറപ്പുണ്ട്? He looked at me. താൻ പെട്ടെന്ന് എന്നെ നോക്കി. He said, how do you know? എങ്ങനെ നിങ്ങൾ ഇത് അറിഞ്ഞു? No, I said, no, only 5% chance. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, 5% ചാൻസേ ഉള്ളൂ. If the food is poisonous, ആ ഭക്ഷണം വിഷം കലർന്നതാണെങ്കിൽ will you eat it or not? നിങ്ങൾ അത് കഴിക്കുവോ ഇല്ലയോ? He said, I won't eat. അദ്ദേഹം പറഞ്ഞു, ഞാൻ കഴിക്കില്ല. Now I have a tablet, I'll give you the tablet. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു ഗുളികയുണ്ട്, ഞാൻ അത് തരാം. That eat the tablet and even if there is poison, nothing will happen. ഈ ഗുളിക കഴിച്ചിട്ട് വിഷം കലർന്ന ഭക്ഷണമാണെങ്കിൽ പോലും കഴിച്ചാൽ പിന്നെ പ്രശ്നമില്ല. What will you do? എന്ത് ചെയ്യും നിങ്ങൾ? He said, I will eat it blindly. ഞാൻ അത് ആ ഗുളിക ഒരു പ്രശ്നവും കൂടാതെ കഴിക്കും. I don't want to die. എനിക്ക് മരിക്കുവാൻ താല്പര്യമില്ല. I said, that is true. ഞാൻ പറഞ്ഞു, അതാ സത്യം. That is why I said, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, what if there is 5% chance there is hell? നരകമുണ്ടെന്ന് ഒരു 5% സാധ്യതയുണ്ടെങ്കിലോ? And Jesus is the way to heaven. യേശു മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള വഴിയെങ്കിലോ? You want him or not? നിങ്ങൾക്ക് അദ്ദേഹത്തെ വേണ്ടി വരുമോ ഇല്ലയോ? Oh, he got angry. പെട്ടെന്ന് അദ്ദേഹത്തിന് കോപമായി. He said, that is why I told you pastors make story and put us into a trap. താൻ ഇങ്ങനെ പറഞ്ഞ, ഇത് തന്നെ ഞാൻ പറഞ്ഞു, പാസ്റ്റർമാർ ഞങ്ങളെ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങളെ കെണിയിൽ കൊടുക്കും. Hallelujah. Hallelujah. No, this is my job. I am an evangelist. ഞാനൊരു സുവിശേഷകനാണല്ലോ, എൻ്റെ ഉത്തരവാദിത്വം ഇതാ. I have tasted Jesus. ഞാൻ യേശുവിനെ രുചിച്ചിരിക്കുന്നു. I know who he is. അവൻ ആരാണെന്ന് എനിക്കറിയാം. I am not here to say this might be the way. I know this is the way. ഇതൊരു വഴിയായിരുന്നേക്കാം എന്ന് പറയുവാനായിട്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്, മറിച്ച് ഇത് മാത്രമാണ് വഴിയെന്ന് പറയുവാനാണ്. We had the dinner, no speaking again. അങ്ങനെ പിന്നെ മിണ്ടാട്ടമൊന്നുമില്ല, ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. And we were going out. ഞങ്ങൾ ആ ഭക്ഷണശാലയിൽ As I was going to enter my car, ഞാൻ എൻ്റെ കാറിൽ കയറാൻ തുടങ്ങി. suddenly a hand came to my shoulder. പെട്ടെന്ന് ഒരു കരം എൻ്റെ തോളയിൽ പിടിച്ചു. I looked back. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു That നോക്കി. was the VVIP. ആ വിശിഷ്ട വ്യക്തി തന്നെയാണ്. He said, Mr. Pastor. അദ്ദേഹം പറഞ്ഞു, പ്രിയ പാസ്റ്ററെ, I was thinking again. ഞാൻ ഇങ്ങനെ വീണ്ടും What ചിന്തിക്കുകയായിരുന്നു, if 5% there is hell? ആ 5% സാധ്യത നരകമുണ്ടെന്നുള്ളതിനുണ്ടെങ്കിലോ? What if Jesus can take me to heaven? എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെങ്കിലോ? I want that Jesus. എനിക്കും ആ യേശുവിനെ വേണം. Hallelujah. Hallelujah. Parking lot ആ പാർക്കിംഗ് സ്ഥലത്ത് where വെച്ച് there is darkness, അവിടെ ഇരുളിൽ the നിന്നും light of the gospel shone into his heart. സുവിശേഷത്തിന്റെ പ്രകാശം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വെളിപ്പെട്ടു. Hallelujah. Hallelujah. Today ഇന്ന് we are ready to take a risk for anything, നാം എന്തിനു വേണ്ടി ഒരു റിസ്ക് എടുക്കുവാൻ തയ്യാറാകുന്നു. but we are not ready to hear the foolishness because it seems foolishness, but this is the power of God. This is the way of salvation. The cross is the way of going to heaven. എന്നാൽ ഈ മണ്ടത്തരത്തിന് ചെവി കൊടുക്കുവാൻ നമ്മൾ തയ്യാറല്ല. ഈ മണ്ടത്തരത്തിൽ കൂടെ മാത്രമാണ് നമ്മൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത്. അതാകുന്നു ആ മാർഗ്ഗം. Yeshu Masih ki. Hallelujah. Hallelujah. The Bible says, വേദപുസ്തകം പറയുന്നു, Jesus died on the cross. യേശു ക്രൂശിന്മേൽ മരിച്ചു. Oh, people don't come to the cross ഓ മനുഷ്യർ ക്രൂശിലേക്ക് വരുന്നില്ല. because they are afraid they will lose something in the society. ഓ സമൂഹത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെടുമെന്നുള്ള ഭയമാണ് അതിന് കാരണം. Tonight, those who are sitting over here, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന വ്യക്തികളെ, might be when you say, Jesus, I am coming to the cross, I am repenting of every sin of mine, might be your friends will make fun of you. യേശുവേ, ഞാൻ അങ്ങയുടെ അരികിലേക്ക് വരുന്നു, ഈ ക്രൂശിലേക്ക് വരുന്നു, ഞാൻ മാനസാന്തരപ്പെടുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ സ്നേഹിതന്മാർ നിങ്ങളെ കൈവിട്ടേക്കാം. But the fun will not last. എന്നാൽ ആ സന്തോഷം എപ്പോഴും നിലനിൽക്കുക. I want to tell you, ഞാനൊരു കാര്യം the പറയാം. same people who make fun of you നിങ്ങളെ കളിയാക്കുന്ന പരിഹസിക്കുന്ന അതേ മനുഷ്യർ will come to you and say, please pray for me. അവർ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും, ദയവായി ഞങ്ങൾക്ക് വേണ്ടി കൂടെ Hallelujah. ഹല്ലേലൂയ. That salvation in the ആ cross. ക്രൂശിന്മേൽ അത്രേ രക്ഷയുള്ളത്.
lies every good thing. അവിടെ എല്ലാ നന്മകളും അടങ്ങിയിരിക്കുന്നു. The Bible says വേദപുസ്തകം പറയുന്നു, God did not spare his own son ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നൽകി തന്നു. and gave himself to us. ആ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. God gave his son. ദൈവം തന്റെ പുത്രനെ തന്നു. Can't he give everything else freely with him? അങ്ങനെയെങ്കിൽ അവനോടുകൂടെ സകലതും സൗജന്യമായി നമുക്ക് തരികയില്ലയോ? Hallelujah. Hallelujah. Healing is with Jesus. സൗഖ്യങ്ങൾ യേശുവിന്റെ കൂടെ ഉണ്ട്. Healing is with Jesus. സൗഖ്യം യേശുവിനോടൊപ്പമുണ്ട്. Peace of mind is with Jesus. സമാധാനം യേശുവിനോട് കൂടെ. Every good things follow salvation. എല്ലാ നല്ല ദാനങ്ങളും ആ രക്ഷയോടൊപ്പമുണ്ട്. Hallelujah. 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 Perfection of love is what we saw on the cross. തികഞ്ഞ സ്നേഹമത്രേ നാം ആ ക്രൂശിന്മേൽ കാണുന്നത്. I want to tell every one of you, എല്ലാവരോടും ഞാൻ ഒന്ന് പറയാം, don't let us be a namesake Christian. നമുക്കൊരു നാമമാത്ര ക്രിസ്ത്യാനിയായി നിൽക്കണ്ട. Let the world see the love of God inside of us. നമ്മുടെ ഉള്ളിലുള്ള ദൈവസ്നേഹം ലോകം കാണട്ടെ. Denying ourselves, നമ്മെ തന്നെ ത്യജിച്ചുകൊണ്ട് taking the cross ആ ക്രൂശിനെ എടുത്തുകൊണ്ട് and following Jesus. യേശുവിനെ നമുക്ക് അനുഗമിക്കാം. In that lies the power of God. അവിടെ എത്ര ദൈവശക്തി ആയിരിക്കുന്നത്. Tonight I want to give an open invitation. ഇന്ന് രാത്രി നിങ്ങൾക്ക് ഞാൻ പരസ്യമായ ഒരു ക്ഷണം തരികയാ. I want everyone. എല്ലാവരെ കുറിച്ച് ഞാൻ I'm not ആഗ്രഹിക്കുന്നു. talking of any denomination. ഞാനൊരു സഭാ വിഭാഗത്തെ കുറിച്ചല്ല Not പറയുന്നത്. talking about any sect. ഒരു കൂട്ടത്തെ കുറിച്ചല്ല ഞാൻ By പറയുന്നത്. changing a religion, by changing a sect, nothing happens. ഒരു മതം മാറുന്നത് കൊണ്ട്, ഒരു കൂട്ടം മാറുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. Hallelujah. Hallelujah. Changing denomination, nothing will happen. സഭ മാറുന്നത് കൊണ്ടും ഒരു കാര്യവും Coming നടക്കുന്നില്ല. to Jesus, everything will happen. എന്നാൽ യേശുവിലേക്ക് വന്നാൽ സകലതും സാധ്യമാകുന്നു. He is the way. അവൻ തന്നെ He മാർഗം, is the truth. അവൻ തന്നെ സത്യം, He is everything for us. അവൻ നമുക്ക് സർവസ്വവുമാകുന്നു. Hallelujah. Hallelujah. Bible says, വേദപുസ്തകം പറയുന്നു, fear of death was in mankind. മരണഭയം മനുഷ്യ രാശിയിൽ ഉണ്ടായിരുന്നു. Hebrews chapter 2, the Bible says in verse 14 എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ that വേദപുസ്തകം he പറയുന്നു, became like his brethren, അവൻ തന്റെ സഹോദരന്മാരോടൊപ്പം വന്നു, tasted death on the cross, ആ ക്രൂശിന്മേൽ താൻ മരണം ആസ്വദിച്ചു, and abolished death once for all. ആ മരണത്തെ എന്നേക്കുമായി അവൻ തകർത്തു കളഞ്ഞു. Hallelujah. Hallelujah. He removed the fear of death. ആ മരണഭയം നമ്മുടെ ഉള്ളിൽ നിന്ന് നീക്കം ചെയ്തു. Destroyed Satan who made you afraid of death. ഓ, നമ്മെ മരണഭയം കൊണ്ടിടുന്ന പിശാചിനെ തകർത്തു കളഞ്ഞു. I know there are many people who are afraid of many things fearfully. Even tonight you are here. ഇന്ന് രാത്രിയിലും ഇവിടെ മരണത്തെ ഭയപ്പെടുന്ന, ചിലതിനെ ഭയപ്പെടുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. I'll tell you something. ഞാനൊരു കാര്യം പറയാം. Jesus tasted death on the cross so that you won't be afraid of anything in life. യേശു കർത്താവ് ആ ക്രൂശിന്മേൽ മരണത്തെ ആസ്വദിച്ചത് നിങ്ങൾ ജീവിതത്തിൽ ഒന്നിനെ കുറിച്ചും ഭയക്കാതിരിക്കേണ്ടതിനാണ്. Cross minus the cross, this is nothing. ആ ക്രൂശിൻ ഇല്ല എങ്കിൽ ഇതെല്ലാം ഒന്നുമില്ല. Let the preaching of the cross come back to the church. ആ ക്രൂശിന്റെ പ്രസംഗം സഭയിലേക്ക് മടങ്ങി വരട്ടെ. I have nothing to boast except the cross of Jesus. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പുകഴുവാൻ ഒന്നുമില്ലല്ലോ. I can talk many things about the birth of Jesus. I can talk about many good things about Jesus. But I boast on the cross of Jesus Christ. യേശുവിന്റെ ജനനത്തെക്കുറിച്ചും യേശുവിനെ കുറിച്ചും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുവാൻ കഴിയും. എന്നാൽ യേശുവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാനില്ല. Tonight I can talk about my ministry, my doing, my thing. എന്റെ ശുശ്രൂഷയെക്കുറിച്ച്, എന്റെ പ്രവൃത്തികളെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ But that cannot give you peace. എന്നാൽ അത് നിങ്ങൾക്ക് സമാധാനം തരില്ല. But that cannot save you. അതിന് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയില്ല. My ministry cannot save you. എന്റെ ശുശ്രൂഷകൾക്ക് നിങ്ങളെ രക്ഷിപ്പാനാവില്ല. Come to the cross. ക്രൂശിലേക്ക് വരിക. The Savior is lying there. ആ രക്ഷകനത അവിടെ കിടക്കുന്നു. Where are you running? നിങ്ങൾ എങ്ങോട്ടാണ് ഓടുന്നത്? He is saying, stop. അവൻ പറയുന്നു, നിൽക്ക്, Come to me. എന്നിലേക്ക് And I വരിക. will change the direction of your life. ഞാൻ നിങ്ങളുടെ ലക്ഷ്യത്തെ മാറ്റിത്തരാം. Hallelujah. Hallelujah. Taste and see the Lord is good. ദൈവം കർത്താവ് നല്ലവനെന്ന് The രുചിച്ചറിവീൻ. Bible says വേദപുസ്തകം പറയുന്നു, there was no other way of salvation, രക്ഷയ്ക്കായി മറ്റൊരു മാർഗമില്ലല്ലോ. so that we cannot boast. അതുകൊണ്ട് നമുക്ക് പുകഴുവാൻ ഒന്നുമില്ല. When we will be heaven, നാം സ്വർഗത്തിൽ കടന്നു ചെല്ലുമ്പോൾ we will shout and say, നാം ആർത്ത് വിളിച്ചിങ്ങനെ പറയും, by grace we are here. കൃപയാൽ ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. By grace we are here. കൃപയാൽ അത്രയും നാം ഇവിടെ ആയിരിക്കുന്നത്. Bolo Yeshu Masih ki jai. നാം യഥാർത്ഥമായി ചിന്തിച്ചാൽ ക്രൂശിനെ ആർക്കും അവഗണിക്കാനൊക്കില്ല. അല്ലെങ്കിൽ നമുക്ക് സ്വയം
രക്ഷ നേടാവുന്ന ഒരു മാർഗമുണ്ടോ? ദൈവം മുമ്പാകെ നമുക്ക് ആർക്കെങ്കിലും, ഈ സംസാരിക്കുന്ന എനിക്കോ ലോകത്തിൽ ആർക്കെങ്കിലും ഞാൻ പെർഫെക്റ്റാണ്, എൻ്റെ പെർഫെക്ഷൻ വഴി ഞാൻ മോക്ഷം പ്രാപിച്ചോളാം, അല്ലെങ്കിൽ എൻ്റെ കർമാദികൾ കൊണ്ട് ഞാൻ അവിടെ ചെന്നോളാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് നിലയിലാണ് നമ്മൾ ചെയ്ത ക്രിയകൾ പെർഫെക്റ്റാണോ, നമ്മുടെ വാക്ക് പെർഫെക്റ്റാണോ, നമ്മുടെ ചിന്ത പെർഫെക്റ്റാണോ? ഒരു ഇംപെർഫെക്ഷൻ അവിടെ നിൽക്കുകയും അവിടെ അതിൻ്റെ മറുപടിയാണ് ക്രൂശ്. അതാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാം പെർഫെക്റ്റ് ആണെന്ന് പറയുമ്പോഴും നമ്മുടെ അപരാധങ്ങളുടെ ഒരു കണക്ക് പുസ്തകം ദൈവസന്നിധിയിലുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ കേട്ടത്. നമുക്കെതിരെയുള്ള സകല കയ്യെഴുത്തും ക്രൂശിൽ മായ്ച്ചു. അപ്പോൾ ക്രൂശിൽ ഒരു മായ്ക്കൽ കൂടിയാണ് നടന്നത്. നമ്മുടെ മനസാക്ഷിയിൽ തന്നെ വാസ്തവത്തിലില്ലേ, നമുക്ക് ആർക്കെങ്കിലും മനസാക്ഷിയിൽ ഞാൻ 100% ബെസ്റ്റാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? വാസ്തവത്തിൽ ദൈവസന്നിധിയിലുള്ള ആ പുസ്തകത്തിൻ്റെ ഒരു കോപ്പിയാണ് നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്നത്. നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റം വിധിക്കും. ആ മനസാക്ഷിയിൽ നിന്ന് പോലും ആ പാപത്തിൻ്റെ കറ പോക്കാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, അത് ക്രൂശിൽ ചൊരിഞ്ഞ യേശുവിൻ്റെ രക്തമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നു. എബ്രായ ലേഖനം പറയുമ്പോൾ മനുഷ്യരുടെ മനസാക്ഷിയിൽ നിന്ന് പോലും ആ കുറ്റബോധം, അപരാധ ചിന്ത എടുത്തു മാറ്റി നിഷ്കളങ്കമാക്കി തീർക്കാൻ കഴിയുന്നതാണ് യേശുവിൻ്റെ ക്രൂശ്. ആ ക്രൂശിൽ വെച്ച് കർത്താവ് ഒരാളെ രക്ഷിച്ചു. അതൊരു പെരും കള്ളനെയായിരുന്നു. അയാളുടെ ഒരു നല്ല പ്രവൃത്തിയും കൊണ്ടല്ല. അതാണ് പലപ്പോഴും മനുഷ്യർക്ക് മനസ്സിലാകാൻ കഴിയാത്ത ഒന്നാണ്. പക്ഷേ ക്രൂശ് ഏറ്റവും തകർന്നവനും ഏറ്റവും ആരാലും പ്രതീക്ഷയില്ലാത്ത വ്യക്തിക്കും യേശുവേ എന്ന് വിളിക്കുമ്പോൾ അവന് ആ മോക്ഷത്തിലേക്ക്, രക്ഷയിലേക്ക്, സ്വർഗത്തിലേക്ക് ചുവട് വെക്കുകയാണ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോട് ഓർപ്പിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും ഈ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനെ ഒരു ക്രിസ്ത്യാനികളുടെ കഥയായിട്ടോ ബൈബിൾ കഥയായിട്ടോ കാണുന്നെങ്കിൽ അങ്ങനല്ല. മാനവജാതിയും ദൈവമായിട്ടുള്ളൊരു ക്രോസ് ജംഗ്ഷനാണ്. നമ്മുടെ നാശത്തിൽ നിന്ന് രക്ഷയിലേക്കുള്ള ഒരു ജംഗ്ഷനാണ് അവിടെ നമ്മൾ വന്നേ ഒക്കത്തുള്ളൂ. നമ്മളൊരു ദിവസം ഈ ലോകം വിട്ടേ ഒക്കത്തുള്ളൂ. അതിനപ്പുറത്തുള്ള ലോകത്തിൽ ചെന്ന് ചേരാൻ എനിക്ക് സാധിക്കുമെന്നൊരു ഉറപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതാണ് സമയം. അതിന് ഒരു ക്രിസ്തു മത അനുയായിയാകേണ്ട ആവശ്യമില്ല. ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ക്രൂശിലൂടെ കർത്താവ് തന്ന രക്ഷ വിശ്വസിക്കുകയും ചെയ്യുക. വലിയ സമാധാനം ഉണ്ടാവും. ഞാനും അതുപോലെ ലക്ഷക്കണക്കിന് പേർ ആ അനുഭവം പ്രാപിച്ചു വരാം. ഇന്നത് കേൾക്കുന്ന ആരെങ്കിലും ആ ക്രിസ്തുവിൻ്റെ രക്ഷയുടെ അനുഭവം പ്രാപിച്ചിട്ടില്ലെങ്കിൽ, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ, ഞാൻ പാപിയാണ്, എൻ്റെ ജീവിതത്തിലെ അപരാധങ്ങൾക്ക് എനിക്ക് സ്വയം പരിഹാരം വരുത്താൻ കഴിയുന്നില്ല, അവിടുത്തെ ക്രൂശിൽ നടന്ന യാഗത്തിൽ ഞാൻ ആശ്രയിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു എന്നൊരു വാക്ക് പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെയും ജീവിതം വാസ്തവത്തിൽ അർത്ഥവത്തായി, നിത്യത ഉറപ്പായി. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിൽ ആ രക്ഷ മാത്രമല്ല, അവിടുത്തെ അടിപ്പിണരുകളാൽ സൗഖ്യവും ഉണ്ടെന്ന് വചനം പറയുന്നു. തുടർന്ന് കർത്താവായ യേശുവിൻ്റെ അത്ഭുത കരങ്ങളാൽ ലഭിച്ച ഒരു അത്ഭുത വിടുതലാണ് നമ്മൾ കാണാൻ പോകുന്നത്. Place your hand wherever you are sick. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് കരം വെച്ചാട്ടെ. If you cannot see, place your hand on your eyes. കാണുവാൻ കഴിയുന്നില്ലെങ്കിൽ കണ്ണിന്റെ മേൽ കൈവൈ. If you have an ear problem, ചെവിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ, Lord tells me there are some people with pus flowing. കർത്താവ് പറയുന്നു ചെവിയിൽ നിന്ന് പഴുപ്പൊഴുകുന്ന വ്യക്തികൾ ഇവിടെയുണ്ട്. Hallelujah. Tonight it is going to dry up. ഇന്ന് രാത്രി അത് ഉണങ്ങാൻ പോവുകയാണ്. Hallelujah. Hallelujah. Fluid coming out of the ear. ആ ചെവിയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നു. And it is smelling also. അതിന് ദുർഗന്ധമുണ്ട്. Hallelujah. Tonight is your night. ഇന്ന് രാത്രി നിങ്ങളുടെ രാത്രിയാണ്. Tonight total healing will take place. ഇന്ന് രാത്രി പൂർണ്ണ സൗഖ്യം അവിടെ നടക്കും. Father, I pray. പിതാവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു. Stretch your hand right now. അങ്ങയുടെ കരം ഇപ്പോൾ നീട്ടണമേ. And place it on everybody. എല്ലാവരുടെ മേലും ആ കരം വയ്ക്കണമേ. मेरा कान फूटा हुआ था बचपन से था ये। बचपन से यहाँ से खून निकलता था, उसीलिए यहाँ कॉटन रखे हो. आज क्या हुआ? अब नहीं निकल रहा. प्रार्थना करने के बाद अब नहीं निकल रहा है. जरा और एक और बार देखो. Hallelujah. Hallelujah. Now this boy had a pus coming out of his ear, he says, from childhood. ഈ കുട്ടിയുടെ ചെവിയിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. അവൻ പറയുന്നത് ചെറുപ്പം മുതലേ അതുണ്ട്. ठीक है ना? Hallelujah. Hallelujah. But tonight after he prayed,
Jesus healed him totally. ഇന്ന് രാത്രി അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ യേശു പൂർണ്ണ സൗഖ്യം കൊടുത്തു. किया. Now, why is this testimony coming? എന്തുകൊണ്ടാണ് ഈ സാക്ഷ്യം വരുന്നത്? Because God wants to say He's healing more of you. അവൻ എല്ലാവരെയും പൂർണ്ണമായി സൗഖ്യമാക്കുമെന്ന് പറയുവാൻ ദൈവം Can you ആഗ്രഹിക്കുന്നു. say thank you, Jesus? യേശുവേ നന്ദി. രോഗസൗഖ്യം വേറെ ഏതെങ്കിലും നിലയിലുള്ളൊരു ഹീലിംഗ് കുടുംബജീവിതത്തിലാകാം, സാമ്പത്തികത്തിലാകാം, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലൂടെ ലഭ്യമാണ്. വിശ്വസിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ക്രൂശ് മാനവജാതിയുടെ മുഴുവൻ പ്രതീക്ഷയുടെ സ്ഥലമാണല്ലോ. ക്രൂശ് മാനവജാതിയുടെ മുഴുവൻ തകർച്ചകളും കൊണ്ട് കർത്താവെ ഞങ്ങൾ ഡംപ് ചെയ്യുന്ന സ്ഥലമാണല്ലോ. ക്രൂശ് ഞങ്ങൾക്ക് പുതിയൊരു ജീവിതം പ്രദാനം ചെയ്യുന്ന ആൾ. ആ യേശു ക്രിസ്തുവിലേക്ക് ഞങ്ങൾ നോക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവിൻ്റെ കരം തൊടുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഭയം മാറട്ടെ, മരണഭയം മാറട്ടെ, നിത്യജീവൻ്റെ ഉറപ്പ് ലഭിക്കട്ടെ. അപ്പോൾ തന്നെ കർത്താവെ, രോഗികൾ ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ വിശ്വസിക്കുന്ന മക്കളുടെ മേലെ അവിടുത്തെ ശക്തി വ്യാപരിച്ച് രോഗശക്തികൾ വിട്ടുമാറട്ടെ, അസ്വസ്ഥതകൾ മാറട്ടെ, കടബാധ്യതകൾ, കുടുംബ പ്രശ്നങ്ങൾ, ബിസിനസ്സിൽ മറ്റ് ഓരോ മേഖലകളിലും അവരായിരിക്കുന്ന മേഖലകളിൽ എവിടെയാണോ പ്രതിസന്ധി, കർത്താവെ ഇന്ന് ഇതൊരു കഥയല്ല, ജീവിക്കുന്ന കർത്താവിൻ്റെ ശക്തി അവരെ അനുഭവിച്ചറിയട്ടെ. യേശു കർത്താവെ അവരുടെ സമീപമുണ്ടല്ലോ, വിടുവിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളുടെ സമീപമുണ്ട്, ഇൻ പേഴ്സൺ ഉണ്ട്. യേശുവെ എന്ന് വിളിക്കുമ്പോൾ തന്നെ കർത്താവ് സ്പർശിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത്ഭുത സൗഖ്യവും വിടുതലും ക്രിസ്തുവിലുണ്ട്. നിങ്ങൾക്ക് ലഭിക്കുന്ന സാക്ഷ്യങ്ങൾ ഞങ്ങളെ അറിയിക്കണം. ഏത് നേരത്തും നിങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ ഇവിടെ ശുശ്രൂഷകർ തയ്യാറാണ്. ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. നമ്മളുടെ ജീവകാരുണ്യ വിഭാഗമായ റീച്ചിൻ്റെ ഒരു ചെറിയ വീഡിയോയും കൂടെ ഇപ്പോൾ കണ്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കുഞ്ഞുനാളിൽ അച്ഛൻ ഉപേക്ഷിച്ചു. മക്കളെ വളർത്തുവാൻ കഷ്ടപ്പെടുന്നതിനിടെ 4 വർഷം മുൻപ് പെറ്റമ്മ അതിദാരുണമായി കൊല്ലപ്പെട്ടു. ഇതാണ് അശ്വതിയുടെയും അനിയത്തി ആര്യയുടെയും ജീവിതം. രോഗത്താലും ദാരിദ്ര്യത്താലും വലയുമ്പോഴും തങ്ങളുടെ മകളുടെ മക്കളെ പോറ്റുവാൻ വലയുകയാണ് ഈ മുത്തശ്ശനും മുത്തശ്ശിയും. ഈ കുഞ്ഞുങ്ങൾക്ക് എത്ര വയസ്സുള്ളപ്പോഴായി സംഭവം? അപ്പോഴവർക്ക് 8 വയസ്സും 9 വയസ്സ്. അമ്മയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഈ കുരുന്നുകൾ പറഞ്ഞ മറുപടി ആരുടെയും ഹൃദയങ്ങളെ തകർക്കുന്നതായിരുന്നു. അമ്മ വിളിക്കും പോലെയൊക്കെ തോന്നും. കളിക്കുമ്പോഴൊക്കെ അമ്മ വിളിക്കുകയൊക്കെ ചെയ്യും. കളിക്കുമ്പോഴോ വന്നിരിക്കാനൊക്കെ പറയും വീട്ടില്. അമ്മ എപ്പോഴും നമ്മളെ വിളിക്കും പോലെയൊക്കെ തോന്നും. ഭയങ്കര ഒരു കൊതി അമ്മ അന്ന് വിളിക്കാൻ വേണ്ടി. ആരാകാനാ മോക്ക് ഇഷ്ടം? എഞ്ചിനീയർ ആവാൻ. മോക്ക് ആരാകാനാ ഇഷ്ടം? IPS. വലുതാക്കണമെന്ന് നമ്മൾ വലുതാവണമായിരിക്കും. നമുക്ക് ഒരു ആപത്തും വരാൻ പാടില്ല. പിന്നെ ഇവരെ വളർത്തി വിട്ട് എന്തെങ്കിലും ഒരു വഴി കാണുന്നത് വരെ എനിക്ക് ഒരു ആപത്തും ഇല്ലാതിരുന്നെങ്കിൽ മതി. പിന്നെ എൻ്റെ മക്കൾക്ക് കാര്യമില്ല. അവിടെ നിന്ന് കുറച്ച് കിറ്റൊക്കെ കിട്ടും മാസം തോറും. എൻ്റെ മക്കൾക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നു. പക്ഷേ അത് കിട്ടിയപ്പോൾ നമുക്ക് വലിയ സന്തോഷമായി. ബുക്ക്, ബാഗൊക്കെ കിട്ടും. അവിടെ നിന്നൊരു ഇത്തിരി സാധനം കിട്ടിയത് കൊണ്ട് എല്ലാവരും തരാൻ തുടങ്ങി. അതുവരെ ആരും തിരിഞ്ഞു നോക്കിയില്ല. അവിടെ നിന്ന് ആദ്യമായിട്ട് അവർ തന്ന നന്ദി കൊണ്ട് എല്ലാവരും ഈ പ്രാസം കൊണ്ടുവന്ന് എല്ലാവരും സഹായിച്ചു. എല്ലാ മക്കൾക്കും കർത്താവ് തരണതാണ് സാർ, അല്ലാതെ ആരും തരണമല്ല. കർത്താവില്ലെങ്കിൽ നമ്മളും ഇല്ല ജീവിച്ച്. നന്ദി ഞാൻ ഭയങ്കരപ്പെട്ട നന്ദി. നമുക്ക് തരണ സാറിന് എല്ലാവർക്കും വേണ്ടി നന്ദി. എന്നെ കർത്താവ് ഞങ്ങളവിടെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ആരും വിളിച്ച് ഞങ്ങൾക്ക് തരണം. ഇല്ലെങ്കിൽ ആരും ഈ പരിസരത്ത് ആരും ഞങ്ങൾക്ക് ഒന്നിനൊരു സഹകരണം. ഞങ്ങൾ സ്നേഹിക്കുന്ന അങ്കിളിനും ആൻറ്റിക്കും റേച്ചിനും നന്ദി. ഇവരെ പോലെയുള്ള അനേകം കുരുന്നുകളുടെ ജീവിതത്തിൽ പ്രകാശമേകാൻ റിച്ച് വേൾഡ് വൈഡിനൊപ്പം നമുക്കും പങ്കുചേരാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.